ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ റോ സ്പേസ്, കോളം സ്പേസ്, നൾ സ്പേസ് ബേസിസ് കാണുന്ന ക്വസ്റ്റ്യൻസിൽ തേർഡ് പ്രോബ്ലം. ഈ തേർഡ് പ്രോബ്ലം ഇവിടെ നിങ്ങൾ വീഡിയോ കാണുന്നില്ല, ടെക്സ്റ്റ് ബോർഡിലുണ്ട്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ആൻസർ കറക്റ്റാണെന്ന് നോക്കിയാൽ മതി. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നൾ സ്പേസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചെയ്യേണ്ടത്? റോ റിഡക്ഷൻ നടത്താം, എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് റോ 1 2 1 3 1 2 2 2n minus 2 0 1 3 0 2 1 ശരിയല്ലേ? 2 0 1 3 0 2 and 1. Okay. 3 3n minus 3 0 1 3 3 so 2 ശരിയല്ലേ? 3 minus 3 0 7 minus 6 1 6 minus 3 3 11 minus 9 2 6 minus 3 6 minus 3 3 9 minus 6 3. ഓക്കെ അല്ലേ? ഇനി സബ്ട്രാക്ട് ചെയ്യാം. 1 minus 1 0 5 minus 2 3 10 minus 1 9 8 minus 3 5 9 minus 1 8 9 minus 2 7. ലാസ്റ്റ് റോയിലേക്ക് വരാം. ലാസ്റ്റ് റോയിൽ വന്നാൽ 2 2 minus 2 0 4 so 2 2 6 6 5 2 7 4 8 എന്നുണ്ടാവും. ഇനി ഇവിടെ ഇതിന് താഴേക്ക് 0. സോ 1 2 1 3 1 2 0 1 3 0 2 1. സബ്ട്രാക്ട് ചെയ്യാം. 0 0 0 2 1 2. പിന്നീട് 3 0 3 3 minus 3 0 9 9 minus 9 0. ഇവിടെ 5 ഇവിടെ 6 so 2 ഇവിടെ 3 so 5 3 minus 3 0 0 5 2 7 minus 3 4 ഉണ്ടാവില്ല. ഒന്നുകൂടെ നോക്കാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 3n minus 3 0 9n minus 9 0 5 6 2 ഇവിടെ 3 7 minus 3 4. ഓക്കെ. ഇനി ഇവിടെ വീണ്ടും 0 2 0 6 0 4 1 6 1 6 2. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ 1 വരണം. ഇത് ഈ റോ നമുക്ക് ഇവിടെ ഇരുത്തില്ല, ഇൻ്റർചേഞ്ച് ചെയ്യാം. നമുക്ക് കിട്ടാം ഫസ്റ്റ് റോ സെയിം തന്നെ. ഫസ്റ്റ് റോയിൽ 1 2 1 3 2 1 2 1 3 1 2. സെക്കൻഡ് റോ 0 1 3 0 2 1 0 2 1. ഇത് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. 0 0 0 1 1 2. ഇതുകൂടെ നമുക്കൊന്നും ചെയ്യാം, ഒറ്റയടിക്ക് ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം.
5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ 5 0 0 0 5 5 minus 5 0 5 so 2 minus 5 minus 3 5 10 4 minus 6 4 minus 10 minus 6. ഓക്കെ അല്ലേ? ഇനി ഇവിടെ 0 so 0 0 0 2 minus 2 0 1 minus 2 minus 1 2 minus 4 2 minus 4 minus 2. ഇനി നമുക്ക് ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഇതിനെ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 1 2 1 3 1 2 0 1 3 0 2 1 0 0 0 1 1 2. ഈ റോയെ ത്രൂട്ട് മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 0 0 0 0 1 2. ഇനി ഇതിൻ്റെ താഴെ 0 ആക്കണം. നമ്മൾ ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സ്റ്റെപ്പ് എടുത്ത് ചെയ്യാം കേട്ടോ. 0 0 0 ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റോ റിഡക്ഷൻ കഴിഞ്ഞു. 1 താഴേക്ക് 0 1 താഴേക്ക് 0 1 താഴേക്ക് 0 ഇവിടെയും 1 താഴെ. ഓക്കെ, റോ റിഡക്ഷൻ കഴിഞ്ഞു. എക്കണോമിക് ഫോർമുലയും മാറി. ഇനി പറയാലോ, വാട്ട് ഈസ് ദ ബേസിസ് ഫോർ ദ റോ സ്പേസ്? അത് റോ സ്പേസിൻ്റെ ബേസിസ് B1. B1 1 2 1 3 1 2. അടുത്ത വെക്ടർ 0 1 3 0 2 1. അടുത്ത വെക്ടർ എന്നത് 0 0 0 1 1 2. ആൻഡ് ലാസ്റ്റ് വെക്ടർ 0 0 0 0 1 2. ഇതാണ് ബേസിസ്. ഓക്കെ, ഇതാണ് റോ സ്പേസിൻ്റെ ബേസിസ്. ആൻഡ് വാട്ട് ഈസ് എ ഡയമെൻഷൻ? അങ്ങനെ നമുക്ക് എൻസർക്കിൾ ചെയ്യാം കേട്ടോ. എൻസർക്കിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. എൻസർക്കിളും ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ആൻഡ് വാട്ട് ഈസ് ദിസ് ഈസ് ദ ബേസിസ് ആൻഡ് വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ്? ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ? അത് ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് 4 ആണ്. ആൻഡ് ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് ഈസ് നോൺ ആസ് റാങ്ക്. ആൻഡ് വാട്ട് ഈസ് ദ റാങ്ക്? റാങ്ക് ഈസ് ഈക്വൽ ടു 4 ആണ്. ഓക്കെ അല്ലേ? ഇനി കോളം സ്പേസ് നോക്കാം. കോളം സ്പേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിലെ 1 എടുക്കുക. ആ 1ന് കറസ്പോണ്ടിങ് ആയുള്ള വെക്ടേഴ്സ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഒറിജിനൽ വെക്ടർ ബേസ് നിന്ന് സെലക്ട് ചെയ്യണം. ഞാൻ പറയുന്നേ ഉള്ളൂ, എഴുതുന്നില്ല. അപ്പോൾ ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് കോളം അല്ലേ? അടുത്ത 1ന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് കോളം. അടുത്ത 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോർത്ത് കോളം. പിന്നെ ഏതാണ്? പിന്നെ ഫിഫ്ത്ത് കോളം. ഇത് ഫിഫ്ത്ത്. ഓക്കെ, ഫിഫ്ത്ത് ഇല്ല, 4 ഉള്ളൂ അല്ലേ? 1 2 3 4 4 ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കോളംസ് ഉണ്ടാവും. കോളം 1 കോളം 2 കോളം 4 ആൻഡ് കോളം 5 4 ഉള്ളൂ. ഓക്കെ അല്ലേ? ഡയമെൻഷൻ ഓഫ് ദ കോളം സ്പേസ് തന്നെയാണ് 4 തന്നെയാണ്. രണ്ട് ഈക്വൽ ആയിരിക്കും മുമ്പ് പറഞ്ഞാൽ. അതിന് വിളിക്കുന്ന പേരാണെന്ത്? റാങ്ക് ഓഫ് ദ മാട്രിക്സ്. സോ റാങ്ക് ഓഫ് ദ മാട്രിക്സ് ഈസ് 4. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ബേസിസ് ഫോർ ദ നൾ സ്പേസ് കാണണം. അതിന് ഇതിനെ വീണ്ടും സിസ്റ്റമാക്കി മാറ്റാം. സിസ്റ്റമാക്കി മാറ്റുമ്പോൾ x1 plus 2x2 plus x3 plus 3x4 plus x5 plus 2x6 is equal to 0 എന്നുണ്ടാവും. ഓക്കെ അല്ലേ? സെക്കൻഡ് ഇക്വേഷനിലേക്ക് പോയാൽ x2 plus 3x3 plus 2x5 അല്ലേ? x2 plus 3x3 plus 2x5 plus x6 plus x6 is equal to 0. തേർഡ് റോയിലേക്ക് പോയാൽ x5 plus 2x6 x5 plus 2x6 is equal to 0 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നോക്കാം, ഇതാരാണ്? x1 x2
x4 x5. അപ്പോൾ ആരൊക്കെയാണ് ഫ്രീ വേരിയബിൾസ്? x3യും x6ഉം ഫ്രീയാണ്. അപ്പോൾ നമുക്ക് അതിനെ വിളിക്കാം x3യെ നമുക്ക് r എന്ന് വിളിക്കാം ആൻഡ് x6 is equal to ഒരു s എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് x5? സോ ഫ്രം ഹിയർ x5 is equal to -2 x6 ആണ് ആൻഡ് x6 is s. വാട്ട് അബൌട്ട് x3? x3 കൊണ്ട് എടുത്താണല്ലേ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എല്ലാം അവിടെ കൊടുത്താൽ x2 കിട്ടും. സോ x2 is equal to x3 ഇവിടുത്തെ x2 കിട്ടും. x2 is equal to -3 x3. x3 ആരാണ്? r ആണ്. -3 r -2 x5. -2 x5 ആണ്. മൈനസ് മൈനസ് പ്ലസ് ആവും. +4s -x6 -s. അപ്പോൾ ഏതൊക്കെയായി? x2 x3. വാട്ട് അബൌട്ട് x4? സോറി, x3 കഴിഞ്ഞാൽ x3 ഫ്രീ വേരിയബിൾ ആണ്, x6ഉം ഫ്രീ വേരിയബിൾ ആണല്ലേ. ഓക്കെ, x3ഉം x6ഉം പ്രശ്നമുണ്ടല്ലോ. x2 അറിയാം, x3 അറിയാം, x4 ഉണ്ടല്ലോ. ഇവിടെ നോക്കുമ്പോൾ x1 x2 x4 x5 ഇപ്പോൾ രണ്ടുപേരാണ് ഫ്രീ ഉള്ളത്. x3ഉം x6ഉം അവരെ 6 s എന്ന് വിളിച്ചു. ഇത് കിട്ടി. ഇക്വേഷനാക്കി മാറ്റുമ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ വിട്ടുകഴിഞ്ഞല്ലേ, അതാണ് പ്രശ്നം. ഫസ്റ്റ് ഇക്വേഷൻ എഴുതി, സെക്കൻഡ് ഇക്വേഷൻ എഴുതി, തേർഡ് ഇക്വേഷൻ എഴുതിയില്ല. ഈ ഇക്വേഷൻ എഴുതിയില്ല, അതാണ് പ്രശ്നം വന്നത്. എന്താ തേർഡ് ഇക്വേഷൻ വരിക? അതാണ് ഇവിടെ എഴുതാം. തേർഡ് ഇക്വേഷൻ വരിക x4 ഉണ്ടോ, x4 + x5 + x5 x4 + x5 + 2x6 is equal to 0 എന്നുണ്ടോ. ഓക്കെ, അവിടെ നമുക്ക് x4 കിട്ടും. ഫ്രം ഹിയർ x4 is equal to -x5. x5 എന്തായിരുന്നു? ദിസ് വൺ. സോ 2s -2x6. സോ -2s എന്നുണ്ടാവും x4. ഇനി ഈ വാല്യൂസ് എല്ലാം അവിടെ കൊടുത്താൽ x1 കിട്ടും. എന്താ x1 കിട്ടാം? x1 is equal to -2x2 -x3 -3x4 -x5 -2x6. ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -2x2 ഇതാണ് x2. -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6r -4s -s. So this is equal to -3r + 3s. So x -2x2 ഇതിന് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 6r -6s. ഓക്കെ, -2x2 -x3. x3 ആരാ? x3 r. സോ -r -3x4 ഇതിന് -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ -6s. x4 എത്രയാണ്? 2s - 2s. x4 0 ആണല്ലേ. x4 നമുക്ക് 2s - 2s എന്നാണ് കിട്ടുന്നത്. x4 is equal to -x5 2s - 2x. അത് x4 0 ആണല്ലേ. x4 is equal to 0 ആണ്. ഓക്കെ, അപ്പം ഇത് കിട്ടി, x3 കിട്ടി ആൻഡ് 3x4 0 ആണ്. x1 -2x2 ഇത് x2. സോ 6r -6x. ഓക്കെ, -x3 എത്രയാണ്? 6 ആണ്. -r -x4 0 ആയിട്ട് മാറി. -x5 ആരായിരുന്നു? 2s ആയി മാറും. 2s -2x6. സോ -2s. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6r -r. സോ 5r -6x. ഇത് കട്ട് ചെയ്യും, -6s ഉണ്ടാവും. ഓക്കെ അല്ലേ.
ഇനി നമുക്ക് എന്ത് ചെയ്യണം സൊല്യൂഷൻ എഴുതുമ്പോൾ സൊല്യൂഷൻ നമുക്ക് എന്താ എഴുതാനുള്ളത് x1 x2 x3 x4 x5 x6 ഇസ് ഈക്വൽ ടു താഴേക്കാണ് എഴുതുന്നത് ആരാ x1 x1 5r മൈനസ് 6s ആ കോമ x2 ആരാണ് x2 മൈനസ് 3r പ്ലസ് 3s ആ x2 x3 ആരാണ് x3 ആറാണ് x4 നമുക്ക് 0 അല്ലേ കിട്ടിയ x4 0 ആണ് x5 എത്രയായിരുന്നു മൈനസ് 2s ആ മൈനസ് 2s ആൻഡ് x6 ആരാണ് x6 s ആണ് ഓക്കെ ഇനി ഇത് നമുക്ക് ഇൻ ടേംസ് ഓഫ് r ആൻഡ് s എഴുതിയാൽ മതി that is equal to r into 5 minus 3 1 0 0 0 plus s into s എഴുതുമ്പോൾ ഏതൊക്കെയാ മൈനസ് 6 3 0 0 മൈനസ് 2 1 എന്നുണ്ടാവും കുറച്ച് ലെങ്തി അല്ലേ കഴിഞ്ഞു അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ നൾ സ്പേസിൻ്റെ ബേസിസ് വെക്ടേഴ്സ് 5 മൈനസ് 3 1 0 0 0 അടുത്തത് മൈനസ് 6 3 0 0 മൈനസ് 2 1 ക്ലിയർ ദാറ്റ് ഫോം ഹെ ബേസിസ് ഫോർ ദ നൾ സ്പേസ് ഓൾസോ ആൻഡ് വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ നൾ സ്പേസ് രണ്ട് വെക്ടേഴ്സ് അല്ലല്ലോ സോ ഡയമെൻഷൻ ഓഫ് ദ നൾ സ്പേസ് ഈസ് 2 ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ nullity so nullity of this matrix is 2 nullity ഇതാണ് സ്പെല്ലിംഗ് കേട്ടോ nullity ഓക്കെ ഇതിൽ ഡിഫറെൻ്റ് ആയ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ